കേരളത്തിൽ താമര വിരിയുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന്റെ ആവേശത്തിലാണ് ബി.ജെ.പി ക്യാമ്പ്. തൃശൂരും തിരുവനന്തപുരവും നേടി തങ്ങളുടെ ചിരകാല സ്വപ്നം പൂവണിയിക്കാം എന്നാണ് അവരുടെ പ്രതീക്ഷ. ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യമായാൽ ആറ്റിങ്ങലും കൂടെ പോരുമെന്നാണ് പ്രതീക്ഷ. ജയിക്കുന്നത് ആരായാലും കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പെന്നും ബി.ജെ.പി നേതാക്കൾ പറയുന്നു. താമര വിരിയുമെന്ന പ്രവചനത്തിനൊപ്പം ബി.ജെ.പിയുടെ വോട്ട് വിഹിതം 27% ഉയരുമെന്നും പ്രവചനമുണ്ട്. മോദി തരംഗം കേരളത്തിലും വീശിയെന്ന് വിശ്വസിക്കുകയാണ് ബി.ജെ.പിയുടെ അണികൾ. 2 സീറ്റ് എന്ന് പറഞ്ഞെങ്കിലും 5 പോളിംഗിന് ശേഷമുള്ള പാർട്ടിയുടെ കണക്ക്. ഏതാണ്ട് അതിന് അടുത്തെത്തുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. അതേസമയം ബി.ജെ.പി അക്കൗണ്ട് തുറക്കില്ലെന്നാണ് LDF UDF മുന്നണികളുടെ അവകാശവാദം. LDFിനോടുള്ള വോട്ട് ശതമാനത്തിൽ 2% മാത്രമാണ് ബി.ജെ.പിക്ക് കുറവെന്നാണ് പ്രവചനം. 15% നിന്ന് 27%ലേക്കുള്ള ബി.ജെ.പിയുടെ കുതിച്ചുചാട്ടം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ദേശീയ തലത്തിലും NDAക്ക് നേട്ടമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പറയുന്നത്. 350ലേറെ സീറ്റുകൾ NDA നേടുമെന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരിക്കുന്നത്. അതേസമയം NDA 250ൽ താഴെ സീറ്റിൽ ഒതുങ്ങുമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമെന്നും പ്രവചിച്ചിരിക്കുകയാണ്. DB ലൈവ് ന്യൂസ് ചാനൽ നടത്തിയ എക്സിറ്റ് പോൾ NDAക്ക് 207 മുതൽ 241 വരെ സീറ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ മുന്നണിക്ക് 255 മുതൽ 290 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് DB ലൈവിന്റെ പ്രവചനം. മറ്റുള്ളവർക്ക് 29 മുതൽ 51 വരെ സീറ്റുകളാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ 39ൽ 39ഉം ഇന്ത്യ നേടാനുള്ള സാധ്യത DB ലൈവ് എക്സിറ്റ് പോളിൽ പറയുന്നു. 37 മുതൽ 39 സീറ്റാണ് പ്രവചിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഇന്ത്യക്ക് 28 മുതൽ 30 സീറ്റ് വരെ കിട്ടുമ്പോൾ NDAക്ക് 18 മുതൽ 20 സീറ്റുകളാണ് പ്രവചിച്ചിരിക്കുന്നത്. കർണാടകയിൽ ഇന്ത്യക്ക് 18 മുതൽ 20 സീറ്റും NDAക്ക് 8 മുതൽ 10 സീറ്റുമാണ് പ്രവചിക്കുന്നത്. DB ലൈവ് എക്സിറ്റ് പോൾ പ്രകാരം കേരളത്തിൽ 16 മുതൽ 18 സീറ്റുകൾ UDF നേടും. LDF 2 മുതൽ 3 സീറ്റിൽ ഒതുങ്ങും. ബി.ജെ.പിക്ക് പരമാവധി 1 സീറ്റ് മാത്രമാണ് അവർ പ്രവചിച്ചിരിക്കുന്നത്. അതേസമയം ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും ഇന്ത്യ മുന്നണി 150 സീറ്റിൽ ഒതുങ്ങുമെന്നാണ് പ്രവചിക്കുന്നത്. ഈ ഫലങ്ങളെ വെല്ലുവിളിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. കുറച്ച് സാമ്പിളുകൾ മാത്രം എടുത്താണ് എക്സിറ്റ് പോളുകൾ നടത്തുന്നത്. വിവിധ മേഖലകളിലേക്ക് എക്സിറ്റ് പോളുകൾ ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നില്ലെന്നാണ് അവരുടെ ന്യായവാദം. പ്രതീക്ഷിച്ചതുപോലെയുള്ള ഫലമെന്ന് ബി.ജെ.പി കരുതുമ്പോൾ ഇന്ത്യ സഖ്യം സ്വന്തമായി പ്രവചിക്കുന്നത് 295 സീറ്റുമായി തങ്ങൾ ഭരണത്തിൽ വരുമെന്നാണ്. എക്സിറ്റ് പോൾ ഫലം പറയുന്ന TV ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് ആദ്യം തീരുമാനിച്ചത്. എന്നാൽ ശനിയാഴ്ച ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന് ശേഷം നിലപാട് മാറ്റി. ബി.ജെ.പിയെയും അതിന്റെ രീതികളെയും തുറന്നു കാട്ടണമെങ്കിൽ ചർച്ചകളിൽ പങ്കെടുക്കുകയാണ് വേണ്ടതെന്നായിരുന്നു തീരുമാനം. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ബി.ജെ.പിക്കൊപ്പമെന്ന 2019 രീതി തുടരുന്നുവെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. കർണാടക, രാജസ്ഥാൻ, ഹരിയാന, ബീഹാർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നഷ്ടമുണ്ടായാലും ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ നേടി അത് നികത്തുന്നുവെന്നാണ് വിവിധ സർവേകളിലെ സൂചന. സ്വന്തം സർവേയിൽ വിശ്വസിക്കുന്ന ഇന്ത്യ സഖ്യം വോട്ടെണ്ണൽ സമയത്ത് ക്രമക്കേടുകൾ ഉണ്ടാകുമെന്ന ആശങ്കയും പങ്കുവയ്ക്കുന്നുണ്ട്. ആരുടെ അവകാശവാദത്തിനൊപ്പമാണ് ജനവിധി എന്നത് അറിയാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ് ബാക്കി. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.